മോസ്കോയുടെ ലോജിസ്റ്റിക് സെന്ററിൽ ഇപ്പോഴിതാ യുക്രൈന്റെ വമ്പൻ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴിതാ പടിഞ്ഞാറൻ റഷ്യയിലെ ഒരു ലോജിസ്റ്റിക് സെന്ററിന് നേരെ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റീജിയണൽ ഗവർണർ ശനിയാഴ്ച പറഞ്ഞു. മോസ്കോ മേഖല വീണ്ടും ഡ്രോണുകളുടെ ഒരു തിരമാലയെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റഷ്യയിലെ വിവിധ ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ആക്രമണം നടത്തി വരികയാണ്. 4 വർഷത്തിലേറെയായി മോസ്കോ തങ്ങളുടെ പ്രദേശത്തിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ന്യായമായ പ്രതികാരമാണിതെന്നാണ് കൈവ് പറയുന്നത്. വെൽബെറി ലോജിസ്റ്റിക് സെന്ററിൽ ശത്രു UAVകൾ ഇടിച്ചു കയറി 7 രാത്രി ഷിഫ്റ്റ് ജീവനക്കാർ കൊല്ലപ്പെട്ടു. 7 ഷിഫ്റ്റ് ജീവനക്കാർ രാത്രി കൊല്ലപ്പെട്ടു. ടാംബോ മേഖല ഗവർണർ എവ്ജനി പെർവിഷോവാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കൊട്ടോവിസ്ക് പട്ടണത്തിൽ നടന്ന ആക്രമണത്തിൽ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് 24 പേർക്ക് പരിക്കേറ്റുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോസ്കോ മേഖലയിലെ കൊട്ടോവിസ്കിയിലെയും ഇലക്ട്രോസ്റ്റെല്ലിന്റെയും തങ്ങളുടെ ലോജിസ്റ്റിക് സമുച്ചയങ്ങൾ ആക്രമിക്കപ്പെട്ടതായി റഷ്യൻ കമ്പനിയായിട്ടുള്ള വെൽബെറിസ് പ്രസ്താവനയിൽ പറഞ്ഞു. ടാംബോ മേഖലയിൽ സൗകര്യത്തിലുണ്ടായ തീ നിയന്ത്രണ വിധേയമാക്കി. അതേസമയം ഇലക്ട്രാസ്റ്റെല്ലിൽ അഗ്നിശമന സേനാംഗങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കമ്പനി വിശദീകരിക്കുന്നത്. മോസ്കോ മേഖലയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് 370-ലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായി റഷ്യൻ തലസ്ഥാനം മേയർ സെർജി സോർബിയാനിൻ ശനിയാഴ്ച പറഞ്ഞു. മിക്കവയും വ്യോമ പ്രതിരോധ സേന വിദൂര സമീപങ്ങളിൽ നിർവീര്യമാക്കി. മോസ്കോയെ സമീപിക്കുന്നതിനിടെ 64 ശത്രു UAVകൾ നശിപ്പിക്കപ്പെട്ടു. സോബിയാനിൽ സംസ്ഥാന പിന്തുണയുള്ള മാക്സ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയാണ് എഴുതിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് യുക്രൈൻ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.